കുറച്ച് നാളുകൾക്ക് മുൻപ് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയുടെ പേര് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാം. മുഹമ്മദ് ഷെർഷാദ്. ഓർമ്മയുണ്ടോ? ചെന്നൈയിലെ ഒരു വിവാദ വ്യവസായി. ആ വ്യവസായിയെ കൂട്ടിക്കെട്ടി CPIM-നെതിരെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്ത മെനഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ. ഇപ്പോൾ അയാൾ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. അതായത് ഒരു ക്രിമിനലായ ആളെ ഉപയോഗിച്ച് വരെ CPIM-നെ അടിക്കാൻ ഒരു വടി കിട്ടുകയാണെങ്കിൽ അതിന് ഏതറ്റം വരെയും പോകും എന്നായിരുന്നു ആ വാർത്തയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അന്ന് മാധ്യമങ്ങൾ വലിയ വിശുദ്ധനായി അവതരിപ്പിച്ച മുഹമ്മദ് ഷെർഷാദിന്റെ തനി നിറം എന്താണെന്ന് കഴിഞ്ഞ ദിവസത്തെ നടപടിയിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഈ ഷെർഷാദിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 14 ദിവസത്തേക്ക് എറണാകുളം CJM കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു. ഷെർഷാദ് ഡയറക്ടറായ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവും ലാഭവിഹിതവും ഒക്കെ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് വന്നിരിക്കുന്നത്. അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. അർച്ചന, ഗുഡ് മോർണിംഗ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള നീക്കങ്ങളിലാണോ പോലീസ്? ഇപ്പോൾ നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പറയുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ്. 40 ലക്ഷം രൂപ തട്ടിയതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ അന്വേഷണം പോലീസ് പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ വ്യവസായ ഷെർഷാദിനെ ചെന്നൈയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇനി കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഇതിൽ പ്രധാനമായും 2 പരാതികളാണുള്ളത്. ഈ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കൊച്ചി സ്വദേശികൾ നൽകിയ 2 പരാതികളാണ്. ഒരാളിൽ നിന്ന് 30 ലക്ഷവും മറ്റൊരാളിൽ നിന്ന് 10 ലക്ഷവും രൂപയാണ് ഇയാൾ ഇത്തരത്തിൽ തട്ടിയെടുത്തത്. അത് ഇയാളുടെ പ്രധാന വാഗ്ദാനം ഇത്തരത്തിൽ ഇയാൾ കമ്പനി ഡയറക്ടറായ ഈ കമ്പനിയിൽ നിന്ന് ഓഹരി പങ്കാളിത്തവും ഒപ്പം ലാഭവിഹിതവും നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. ശേഷം ഇതൊന്നും നൽകാതെ ഇയാൾ മുങ്ങുകയായിരുന്നു എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. ഈ പരാതിയിൽ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തി ഇതിന് വ്യക്തമായ തെളിവുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് അയാളെ ചെന്നൈ വടപളനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. തുടർന്ന് ഇന്നലെ എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നാളെ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കും. അതിനുശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതിയും കൂടി പിടിയിലായിട്ടുണ്ട്. അയാളെയും ഇത് സംബന്ധിച്ച് ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. പ്രധാനമായും ഇത്തരത്തിലൊരു ഈ സാമ്പത്തിക ഇടപാടും തട്ടിപ്പും എല്ലാം തന്നെ ഇയാളുടെ പശ്ചാത്തലമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അറിയിക്കുകയും ചെയ്തത്. അതായത് മുൻ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം അവർ ഫേസ്ബുക്കിൽ അറിയിക്കുകയും ചെയ്തത്. അതായത് ഇത്തരത്തിലൊരു വിവാദം CPM-നെതിരെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒപ്പം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും നടന്നതാണ്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട അതിക്രമങ്ങളും ഒപ്പം തട്ടിപ്പുമെല്ലാം തന്നെ തുറന്നു പറഞ്ഞ് ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തതാണ്. എന്നാൽ മാധ്യമങ്ങൾ അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഈ മുഹമ്മദ് ഷെർഷാദിനെ വലിയ വിശുദ്ധനായിട്ടാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. CPIM-നെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അയാൾ ഇനി ഏത് തരത്തിൽപ്പെട്ടയാളാണെങ്കിലും എത്ര ക്രിമിനൽ സ്വഭാവമുള്ളയാളാണെങ്കിലും അയാളെ മഹാനാക്കി മാറ്റും ഈ നാട്ടിലെ മാധ്യമങ്ങൾ എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ മുഹമ്മദ് ഷെർഷാദ്. തീർച്ചയായും മനു, യാതൊരു തെളിവുമില്ലാതെ ഒരു കയമ്പുമില്ലാത്ത ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചത്. പാർട്ടിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ അതിന് കൃത്യമായ മറുപടി അദ്ദേഹം പറയുകയും ചെയ്തതാണ്. യാതൊരു തരത്തിലുള്ള ബന്ധമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യാവസ്ഥയും ഇല്ല എന്ന് പറയുകയും ചെയ്തതാണ്. എന്നാൽ മാധ്യമങ്ങളും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകളും ഇത്തരത്തിൽ ഇത് കൂട്ടുപിടിച്ച് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, സാമ്പത്തിക തട്ടിപ്പുകൾ ഒപ്പം ഈ മുൻ ഭാര്യ അതിക്രമിച്ചതടക്കമുള്ള സംഭവങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഇയാളെ വിശ്വസ്തനായി എടുത്ത് പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് പിന്നീട് തുടർച്ചയായി മാധ്യമങ്ങളിൽ വന്നത്. എന്നാൽ അത് പിന്നീട് ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞ് താഴെ വീഴുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 കേസുകൾ ഇയാൾക്കെതിരെ വരുന്നത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. എന്തായാലും അതിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇയാളെ നാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ തനിനിറമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു സമയം വലിയ രീതിയിൽ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച ഇത്തരത്തിൽ വാർത്തകൾ ഇടം പിടിച്ചൊരു ആളായിരുന്നു ഷെർഷാദ്. ആ ഷെർഷാദിൻ്റെ മുഖമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയിലടക്കം കേന്ദ്രീകരിച്ചായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുക. മനു.
ശരി, ഓക്കെ, താങ്ക് യു അർച്ചന. അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും മുഹമ്മദ് ഷർഷാദിന്റെ മുഖവും യഥാർത്ഥ മുഖം പുറത്തു വരുമ്പോൾ ജാള്യതയോടെ നിൽക്കുന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങളാണ്. കാരണം ഇയാളെയാണ് വലിയ വിശുദ്ധനാക്കി ഇവിടെ പാർട്ടിക്കെതിരെ കൊണ്ടുവന്നത്, മാധ്യമങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടുവന്നത്. ആ വാർത്തകളൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, CPIM-നെതിരെ ആര് എന്ത് പറഞ്ഞാലും അവർ ഈ നാട്ടിലെ മഹാന്മാരാണ്, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതൊരിക്കൽ കൂടി ഈ കേസിന്റെ പശ്ചാത്തലത്തിലും പുറത്തേക്ക് വരികയാണ്, തെളിയുകയാണ്. വിവരങ്ങളാണ് അർച്ചന നൽകിയത്.